ഞങ്ങൾ ഈ മാരേജ് കോഴ്സിനൊക്കെ പോയപ്പോ ഞങ്ങൾ ഒരു പ്രയർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രയർ അതായത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന, ഈ പ്രയർ ചൊല്ലിയിട്ട് ഉറങ്ങാവൂ എന്ന് ഒരുമിച്ച്. ഞങ്ങളിപ്പോ എത്ര വഴക്കിട്ടിരുന്നാലും ഞങ്ങളിപ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും ഞാൻ ഫോൺ എന്റെ ഫ്രണ്ട്സ് എന്റെ ചോദിക്കാറുണ്ട്, ഫോൺ വിളിക്കും, പ്രാർത്ഥിക്കും, ഈ ഫോണില് പ്രാർത്ഥിച്ച്. മേ ബി അതായിരിക്കാം ഒരു ദിവസം പോലും എക്സ്റ്റെൻഡ് ആവാത്തതിന്റെ ഒരു കാരണം. ഇവിടെ എന്താണ് ചേച്ചി, എന്ത് ഹാബിറ്റ് ആണ് അനോയിങ് ആയിട്ടുള്ളത് പെട്ടെന്ന് മാറ്റണം? ഈ പുള്ളി ബലൂൺ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അവള് മുടക്കും. അതാണ് വലിയ പാടല്ലേ ഹാൻഡിൽ ചെയ്യാൻ? വലിയ പാടാ. ഞാനത് അഡ്ജസ്റ്റ് ആയ. ചിപ്പി കല്യാണത്തിന് മുമ്പ് ആക്ച്വലി എന്റെ മനസ്സിലെ കോൺസെപ്റ്റ് എന്താ പറയുക, ഇടുക്കി. ആ സമയത്ത് മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയേക്കാണ്, ഇവിടത്തെ കാറ്റാണ് കാറ്റ്. അപ്പൊ ഞാൻ അങ്ങനെ നാടൻ പെൺകുട്ടി. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇവിടെ അത്ര നാടനല്ല, നമ്മൾ പ്രതീക്ഷിച്ചത്ര നാടനല്ല. ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തു പോവാണ്, ഞാൻ കൊച്ചി വരെ പോവാണ്, വരുമ്പോ എനിക്ക് തോന്നുന്നു ഈ സാധനം ഉണ്ട്. അപ്പൊ എനിക്ക് ആക്ച്വലി അത് നമ്മളിങ്ങനെ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ ചിരി വരും. ഞാൻ പ്രകടിപ്പിക്കാറില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ കാറിൽ നിന്ന് തനു എന്നോട് ചോദിച്ചതാ. തനു ചോദിച്ചത് എന്താണ്, എന്നെയാണോ അമ്മേനാണോ ഇഷ്ടം ചോദിക്കും. ചിപ്പിയും ചോദിക്കും ചിലപ്പോ, ചിപ്പീനാണോ തനുവിനാണോ ഇഷ്ടം. ഞാൻ മടുത്ത് മറുപടി പറഞ്ഞു. ഏതിൽ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മറ്റേ ആള് മൂഡ് ഓഫ് ആവും. അപ്പൊ ഞാനിപ്പോ പറയുന്നത് എനിക്ക് എന്നെ ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് ചിപ്പിയുടെ പപ്പേനെ ഇഷ്ടം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഹായ്, വെൽക്കം ടു സിനിമ കമ്പനി. ദിസ് ഇസ് ഗണേഷ് സത്യകുമാർ. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇൻഫ്ലുവൻസർ കണ്ടന്റ് ക്രിയേറ്റർ ആയ ലിജോയും ചിപ്പിയും അവരുടെ സ്വന്തം ഏതെങ്കിലുമാണ്. ഹായ് ചേട്ടാ, വെൽക്കം. ഹായ്, വെൽക്കം ടു സിനിമ കമ്പനി. എങ്ങനെയാണ് ഓണമൊക്കെ എവിടെ വരെ? ഓണം ഓട്ടത്തിലാണ്, തിരക്കാണ്. ഓണത്തിന്റേതായ കുറച്ച് ഇൻഫ്ലുവൻസർമാർക്ക് എനിക്കൊരു കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റേതായ കുറച്ച്. ഓണമായി, എന്താണ് ഓണമായിട്ട് എന്താണ് വിശേഷം, എന്തൊക്കെയാണ്? ഓണത്തിന്റേതായ ഇച്ചിരി ഓട്ടം പരിപാടികളൊക്കെ ഉണ്ട്. തിരക്കാണ്. തിരക്കല്ല, വർക്കുകൾ ആക്ച്വലി ഉണ്ടല്ലോ, അഡ്വർടൈസിംഗ് കമ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ഓണം എൻക്വയറി തിരക്കുകൾ കുറച്ചുണ്ട്. ഓട്ടത്തിലാണ്. പർച്ചേസ് ഒക്കെ ചെയ്ത് ഓണക്കോടിയൊക്കെ മേടിച്ചോ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓണക്കോടി ഇല്ലെങ്കിലും മന്തിൽ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഓണക്കോടി ഇങ്ങനെ മേടിക്കണമെന്നൊന്നുമില്ല. ഉണ്ട്, ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ഞങ്ങൾ മിക്കവാറും പിന്നെ വീട്ടിലേക്ക്, എന്റെ വീട്ടിലേക്കും ചിപ്പിന്റെ വീട്ടിലേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ എല്ലാ കൊല്ലം ഉണ്ട്. അതിന് വേണ്ടി ഒരു ദിവസം നമ്മള് മാറ്റി വെക്കും. ഓക്കെ, ഇത്രയും തിരക്കിനിടയ്ക്ക് കണ്ടന്റ് ക്രിയേഷനും ചേട്ടൻ 3-4 ടൈപ്പ് ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് കണ്ടത്. ഇതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നത്? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എൻഗേജഡ് ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് പണ്ട് ഞാൻ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ കോർഡിനേറ്റർ ആയിരുന്നു. അപ്പൊ കോർഡിനേറ്ററിന്റെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കാര്യങ്ങളൊക്കെ ഒന്ന് വട്ടെത്തിക്കുക, പരിപാടി ഒരു പ്രശ്നമില്ലാതെ നടത്തുക, ഇതാണുള്ളൊരു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ വരും. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാ. അപ്പൊ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം, എൻഗേജഡ് ആയിരിക്കണം. ഓക്കെ, പുള്ളിയെ വീട്ടിൽ കിട്ടാറുണ്ടോ? ഇത്ര തിരക്കുണ്ടെങ്കിൽ കിട്ടാറുണ്ട്. ഞാനുണ്ടോ, നിങ്ങൾ കപ്പിളായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, എന്റെ മൈൻഡിൽ എപ്പോഴും വരുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ വഴക്കിടാറുണ്ടോ? ഇഷ്ടംപോലെ. ഈ വഴക്കിട്ടിരിക്കുന്ന ദിവസം കണ്ടന്റ് ചെയ്യാറുണ്ടോ? ഇല്ല. അതൊക്കെ എങ്ങനെയാ കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെ പ്ലാൻ ഒന്നുമില്ല. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമ്പോ, അല്ലെങ്കിൽ അതിന് പറ്റുന്ന സിറ്റുവേഷൻ കിട്ടുമ്പോ നമ്മൾ പറയും നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം, അങ്ങനെ സംഭവം. പിന്നെ ഞങ്ങളുടെ വഴക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കും. അത് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയാൽ പോലും വഴക്കുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് തീർക്കും. ഒരു 10 മിനിറ്റ്. ഞാൻ ചിലപ്പോ ചിപ്പി എന്നെ പറയാറ്, ഞാൻ എന്റെ പാർട്ട്നേഴ്സ് ഉണ്ട്, അപ്പൊ ഞാൻ ചിലപ്പോ നമ്മൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോ ചിലപ്പോ സ്വരത്തേർച്ചകൾ വരും, ദേഷ്യപ്പെട്ട് ഞാൻ ലൗഡ്ലി സംസാരിക്കും. അത് 5 മിനിറ്റ് ഞാൻ എടാ എന്റെ മൂഡ് ശരിയില്ല, വിട്ടുകളാ, ഞാൻ തന്നെ വിളിച്ചത് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ചിപ്പിയുടെ അങ്ങനെ തന്നെയാ. ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാലും വഴക്കുണ്ടാക്കിയാലും ഞാൻ ചിപ്പിയുടെ നിന്ന് സോറിയൊക്കെ പറഞ്ഞ്, അത് എന്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും ഞാനത് ഫസ്റ്റ് വന്നത് ആള് തന്നെയാണ്. വഴക്കിട്ട് കഴിഞ്ഞാലും കൂടുതലായിട്ടും ഈ വഴക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ടൊരു ഇതുണ്ടാക്കുന്നത് ആരായിരുന്നു?
ആരാ ചിപ്പി? തന്നെയായിരിക്കും. ആണ്. എന്താണ് എപ്പോഴും വഴക്കുണ്ടാകാനുള്ള ഒരു റീസൺ എന്താണ്? അങ്ങനെയില്ല, ചില കാര്യങ്ങൾ ചിലപ്പോ അഭിപ്രായ വ്യത്യാസമായിരിക്കും. അതല്ലെങ്കിൽ എന്താ. അല്ല ഇപ്പം ചിപ്പി ഞങ്ങളൊക്കെ അറിയാവുന്നവർക്ക് അറിയാം. ഇപ്പം ചെറിയ കാര്യം മതി ചിപ്പിക്ക് മൂഡ് ഓഫ് ആവും പെട്ടെന്ന്. ഓവർ തിങ്ക് ചെയ്ത് മൂഡ് ഓഫ് ആയി ഇങ്ങനെ ഇരിക്കുക. എനിക്കത് ഇഷ്ടമല്ല ഈ മൂഡ് ഓഫ് ആയിരിക്കും. നമ്മളിപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങൾ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള എന്തെങ്കിലും സംസാരത്തിലോ ചിപ്പിക്ക് അത് മൂഡ് ഓഫ് ആയിരിക്കും. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പിന്നെ അത് ചൊറിഞ്ഞ് വരും, ഒരു ആർഗ്യുമെന്റ് ആവും, അത്രേ ഉള്ളൂ. ഒരു ദിവസത്തിന്റെ അപ്പുറത്തേക്കൊന്നും അതൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ ആക്ച്വലി ഇത് എത്ര പേര് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഈ മാരേജ് കോഴ്സിനൊക്കെ പോയപ്പോ ഞങ്ങൾ ഒരു പ്രയർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രയർ അതായത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന, ഈ പ്രയർ ചൊല്ലിയിട്ട് ഉറങ്ങാവൂ എന്ന്. ഒരുമിച്ച് അത് ഞങ്ങളിപ്പോ എത്ര വഴക്കിട്ടിരുന്നാലും ഞങ്ങളിപ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും ഞാൻ ഫോൺ എന്റെ ഫ്രണ്ട്സ് എന്റെ ചോദിക്കാറുണ്ട്, ഫോൺ വിളിക്കും, പ്രാർത്ഥിക്കും. ഈ മുറില് ഫോണില് പ്രാർത്ഥിച്ച് അത് ഞങ്ങൾ രണ്ടുപേരും നിർബന്ധമാണ്. കാരണം മേ ബി അതായിരിക്കാം ഒരു ദിവസം പോലും എക്സ്റ്റെൻഡ് ആവാത്തതിന്റെ ഒരു കാരണം. അത് കൊള്ളാം കേട്ടോ, അത് നല്ലൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഇപ്പോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നതിന്റെ ഒരു സീക്രട്ട് എന്താന്ന് നിങ്ങൾ രണ്ടുപേരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏതൊരു റിലേഷൻഷിപ്പിലും ഹാപ്പിനെസ് ഒന്ന് അതിനങ്ങനെ വിളിക്കാമെന്ന് എനിക്കറിയില്ല. പണ്ട് ആൾക്കാർ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറയാറുണ്ട്. ഒന്നുമില്ല, പരസ്പരം മനസ്സിലാക്കി ഞങ്ങളുടെ പ്രയറിലുള്ള ഒരു പ്രാർത്ഥന. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നത് ഞങ്ങളുടെ ഇടയിൽ ഇല്ല. ഒരു ഫ്രണ്ട്, എനിക്ക് ചേട്ടായിയുടെ അടുത്ത് എന്ത് ഓപ്പൺ ആയിട്ട് പറയാം, ചേട്ടായിക്ക് എന്റെ അടുത്ത് എന്ത് ഓപ്പൺ ആയിട്ട് പറയാം. ആ ഒരു ഇതേ ഉള്ളൂ. കാരണം ഒരിക്കലും ഒരു ഹസ്ബൻഡ് ആണെന്ന് എനിക്കും തോന്നിയിട്ടില്ല, ഞാനൊരു വൈഫാന്ന് ചേട്ടായിക്കും തോന്നിയിട്ടില്ല. വീട്ടുകാർ എപ്പോഴും ചോദിക്കും ഈ കുട്ടികളിൽ നിന്ന് നിർത്തിക്കൂടെ നിങ്ങൾ തമ്മിൽ. ഇവളുടെ ചിപ്പിയുടെ പപ്പ പറയും ലിജോന് 2 കുട്ടികളാ, മൂത്തവള് ചിപ്പി, ഇളയവൻ. ഞങ്ങൾ അങ്ങനെ ഒരു വൈബിലാണ് പോണത്. എനിക്കത് ഇഷ്ടമാണ്. വേറെ സീരിയസ് പിടിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ലൈഫ് പോകാനാണ് എനിക്ക് ഈസി ആയിട്ട് എടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ. ഇപ്പോ ചേട്ടൻ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ആദ്യമേ കാണാൻ ചെല്ലുന്ന സമയത്ത് ഇഷ്ടമല്ലായിരുന്നു, പിന്നീട് പുറകെ നടന്ന് പ്രപ്പോസ് ചെയ്തൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കണമല്ലോ. അപ്പൊ ആ ചിപ്പി ഓക്കെ അന്ന് അങ്ങനെ പ്രപ്പോസ് ചെയ്തു, പുറകെ പോയി ആളെ വീഴ്ത്തി. ഇന്നായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നോ? ഇന്നിപ്പോ ആരുടെയും പുറകെ പോകാൻ താല്പര്യമില്ല, സമയമില്ല, അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് നമുക്കിപ്പം ഓരോ പ്രായത്തിലും ഓരോ പരിപാടികൾ നമ്മൾ ചെയ്യൂലോ. ആ ഒരു പ്രായത്തിൽ ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ചിപ്പി ഇപ്പൊ ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ വളഞ്ഞു തരാതിരുന്നതാണ് നന്നായിരുന്നു എന്ന്. തുടക്കത്തിലെ എനിക്ക് തോന്നുന്നു അതായിരിക്കാം മേ ബി ഒരു കാരണം. തുടക്കത്തിൽ ഇഷ്ടമായിരുന്നു? ഇല്ല അല്ല, കഷ്ടപ്പെട്ട് വലിപ്പിച്ച്. ഓക്കെ. ഏത് പോയിന്റിലാണ് പിന്നെ ഒരു ഇഷ്ടം തോന്നിയത്? ഏത് പോയിന്റ് ആയിരുന്നു? ഒരു ദിവസം ഒരു ന്യൂ ഇയറിന് രാത്രിയാണ് എന്നോട് പറയുന്നത് ഇഷ്ടമാണോ. ഞാൻ എനിക്ക് തോന്നുന്നു ന്യൂ ഇയറിന് പള്ളിയിൽ പാതിര കുർബാനയ്ക്ക് പോയി. പാതിര കുർബാന സമയത്ത് ഞാൻ വിഷ് ചെയ്തു ന്യൂ ഇയർ 12 ശേഷം. അപ്പോഴാണ് എന്നോട് ഫോൺ വിളിച്ച് പറയണേ എനിക്ക് ഇഷ്ടമാണ്. ന്യൂ ഇയർ അടിപൊളി, സൂപ്പർ, നല്ല ന്യൂ ഇയർ ആയിരുന്നു. ചേട്ടനിപ്പോ നല്ല തിരക്കാണല്ലോ, അപ്പൊ വീട്ടിലെ കാര്യങ്ങളും മോന്റെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഒരുമിച്ചാണോ? ഇല്ല, അത് എത്ര വർക്ക് ഉണ്ടെങ്കിൽ പോലും ആള് അവിടെ ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് എന്താ അവിടെ പ്രസൻസ് ആവശ്യമുണ്ട് അവിടെ ഉണ്ടാകും. എനിക്ക് അങ്ങനെ ഒരുപാട് മാറി നിൽക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല. ഇപ്പൊ ഞാൻ കൊച്ചിയിൽ ഓഫീസ് എങ്കിൽ പോലും നമ്മള് വീക്ക്ലി വൺസേ ഞാൻ കൊച്ചിയിലേക്ക് വരുള്ളൂ. ഞാൻ കൂടുതലും വീട്ടിൽ തന്നെ. ഇനിയിപ്പൊ അത്ര അങ്ങോട്ട് ബോറടിക്കുകയാണെങ്കിൽ ഞാൻ ചിപ്പി എടുത്ത് പറയും, ചിപ്പി ഞാൻ മൊത്തത്തിലൊന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ 2 ദിവസം കൊച്ചി പോവാണ്. ആ ഒരു പരിപാടി കൊച്ചി വന്ന് ഒരു ദിവസം ഫ്രണ്ട്സിനോട് ജില്ലയിൽ തിരിച്ചു ഒന്ന് റീചാർജ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ എനിക്ക് നാട്ടിലും ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു പരിപാടിക്ക് ഉണ്ടെങ്കിൽ ഈവനിങ് അവർ വരുമ്പോ എനിക്ക് അധികം പരിപാടി മറ്റേ ചില്ലിങ് ലൈഫും ഒന്നും വേണ്ട. എനിക്കൊന്ന് ബൈക്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, ഒരു കപ്പയിറച്ചി കഴിക്കുക, ചായ കുടിക്കുക, അത്രേ ഉള്ളൂ. ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി ആൾക്കാരെ കാണാം, അത്ര സാധാരണ ചിൽ. അതാണ് ചിൽ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പോ കല്യാണം ആ ഒരു ടൈമിൽ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പൊ ഇന്നിരിക്കുന്ന ഒരു ലിജോയുടെ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തായിരിക്കും പറയുക? ഒന്നും തോന്നിയിട്ടില്ല. ഒന്നുമില്ല, അങ്ങനെ തന്നെ. അങ്ങനെ അന്ന് അല്ലല്ല, തോന്നിയിട്ടൊക്കെ ഉണ്ട്, ജിപ്പി പറയാറൊക്കെ ഉണ്ട്. അത് വിട്. അത് ഇടയ്ക്ക് പറഞ്ഞ രീതിയില് ഭയങ്കര ടെൻഷൻ വരുന്ന സമയത്ത് ഒരാളുടെ ക്യാരക്ടർ വ്യത്യാസമായിരിക്കും. അപ്പൊ കുറച്ച് ദേഷ്യം ഇടയ്ക്ക് എന്തെങ്കിലും വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ വരും. ആ ഒരു കുറച്ച് സമയമുള്ളൂ. അത് കഴിയുമ്പോ പിന്നെയും എനിക്ക് തോന്നുന്നു ഞങ്ങൾ പരിചയപ്പെട്ട സമയത്തല്ല, കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ
ഞാൻ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട്. ആ ചിപ്പിക്ക് ഒരു വരെ പേടിയൊക്കെ ആയിരുന്നു. ആ പക്ഷെ ഒരു ഇപ്പൊ ഞാനാണ് പേടിക്കുന്നത്. നേരത്തെ ഇപ്പൊ ഞാൻ കൊച്ചിന്റെ അടുത്ത് വരെ പറഞ്ഞു കൊടുക്കും, തനിക്കുട്ടാ അമ്മ എന്തെങ്കിലും പറഞ്ഞാലും സാരില്ല പോട്ടെ. അല്ല തന്നെയോ? അപ്പൻ എന്നല്ലേ പറയും. അപ്പ വന്നതാ കേട്ടില്ല, അപ്പൊ എനിക്ക് കൊറേ തരും, അതല്ലേ ഉണ്ടാവുള്ളൂ. വേറൊരു ലാംഗ്വേജ് ആക്ച്വലി. മോനെ ആരാ മോനെ വഴക്കൊക്കെ പറയുന്ന ആരാ വീട്ടില്? രണ്ടുപേരും പറയുമോ? രണ്ടുപേരും പറയും. അപ്പ പറയും. ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്ന ആരാ? അപ്പയാണോ? ഞാനാ. പേടി ആരെയാ പേടി? വഴക്കുറയും നിന്നാളാണെങ്കിൽ പേടി എവിടെയാണ്? ഓക്കെ. ഇപ്പൊ ഓണത്തിന് എന്താ ഗിഫ്റ്റ് എന്തെങ്കിലും മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ മോൻ? പറഞ്ഞില്ലേ? സ്വീറ്റ് വാങ്ങി തരും. എന്താ? തനൂസ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഉണ്ട് ഞങ്ങക്ക്. മന്ത്ലി ഉണ്ട്, എല്ലാ മന്ത്ലി ഉണ്ട്. ഇവന്റെ ഡേ. ഓക്കെ. അപ്പൊ ഞങ്ങൾ രാവിലെ ഇവനോട് ചോദിക്കും ഇന്ന് എന്തൊക്കെ വേണം, ഇന്ന് എന്തൊക്കെ എവിടെയൊക്കെ പോണം. എപ്പോഴും ബീച്ചാണ് പറയാറ്. ബീച്ച്. ഓക്കെ. അതാണ് ചെലവ്. ഇപ്പൊ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും. തനൂസ് ഡേ അങ്ങനെ ഒരു ഉണ്ട്. അപ്പൊ തനൂസ് ഡേയിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഇവൻ പറയുന്നതായിരിക്കും ഞങ്ങളുടെ ഫുഡ്, അല്ലെങ്കിൽ ഇവൻ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഡ്രൈവ് പോകും. അങ്ങനെയുള്ള പരിപാടികൾ. അത് കൊള്ളാം കേട്ടോ, നല്ലൊരു ഏർപ്പാടാണ്. കാരണം ആളും ബിസി അല്ലാത്തൊരു ദിവസം, ഞാനും ബിസി അല്ലാത്ത ദിവസം അവൻ അവന്റേതായിട്ടൊരു ഡേ, അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഫുഡ്, ഈ പറഞ്ഞ ട്രാവൽ, അതൊക്കെ അവന് വേണ്ടിട്ട് ഒരൊറ്റ ഫുൾ ഡേ മാറ്റി വെച്ച് ചെയ്യും. ഓണം നിങ്ങൾ എവിടെ സെലിബ്രേറ്റ്? നിങ്ങളുടെ വീട്ടിലാണോ അതോ പോവാണോ? ഓണം ആക്ച്വലി ഞങ്ങള് എന്റെ വീട്, പിന്നെ തറവാട്, പപ്പയുടെ അനിയന്റെ, ഞങ്ങൾ 3 വീട്ടുകാരാണ് അടുത്തുള്ളത്. അപ്പൊ ക്രിസ്മസും ഓണവും ഈസ്റ്ററും എല്ലാം ഏതെങ്കിലും ഒരു വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും കൂടുന്നത്. എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാ. അപ്പൊ ഇനി ഓണം ആവാറാകുമ്പോ മേ ബി തറവാട്ടിലായിരിക്കും, അല്ലെങ്കിൽ എന്റെ വീട്ടിലായിരിക്കും. എവിടെയെങ്കിലും ഞങ്ങള് ഉച്ചക്ക് സദ്യ ഒരു വീട്ടിൽ കൂടും. അത് കഴിഞ്ഞ് ഞാൻ ചിപ്പിരി വീട് മൂന്നാറായതുകൊണ്ട് ഉച്ചക്ക് കഴിഞ്ഞ് ഒരു 3 മണി 4 മണിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോകും. നൈറ്റാണ് അവിടെ ഓണം അവിടെ സെലിബ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ചെറിയൊരു സെഗ്മെന്റ് ആണ്. അടിപൊളി. ഇന്ത്യ വരാത്ത ഇങ്ങനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. ഓക്കെ. അപ്പൊ അടുത്ത ഒരു ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് അല്ലല്ല, നിങ്ങളുടെ ലൈഫിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. ഓക്കെ. ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ആദ്യം ചേച്ചിയോടാണേ. ലിജോയെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം ഇതാണ്. എന്താണ്? എനിക്കറിയില്ല, നീ മനസ്സിലാക്കി നീ പറ. എന്തൊക്കെയോ ഉണ്ട് മൈൻഡിൽ, എന്തൊക്കെയോ വന്ന് പോയിട്ടുണ്ട്. പറഞ്ഞോ, ഒന്നോടെ പറഞ്ഞു. ലിജോയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത്. അങ്ങനെ വേണമെങ്കിൽ ഒരു ടോണിൽ എടുക്കാം. ഇതൊക്കെ സിമ്പിൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. മോശമായിട്ടുള്ള കാര്യങ്ങളാണോ? അതായത് എന്റെ കല്യാണത്തിന് ശേഷം ഇതിങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സാധനമില്ലേ, അതിനെന്തെങ്കിലും പറഞ്ഞാൽ മതി. അതാണ് ഉദ്ദേശിച്ചത്. പുറമേ കാണിക്കുന്ന ദേഷ്യമൊന്നും ഉള്ളിലില്ല. ഒരു വീഡിയോ ഇല്ലേ, ഒരു മറ്റേ സിംഗം വന്നിട്ട് അലറി വിളിച്ച് പോവും, അപ്പൊ പേടിപ്പിക്കാൻ നോക്കും, പക്ഷെ പേടിക്കാത്തൊരു അതുപോലൊരു ഫീലാ. ഞാൻ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുള്ളൂ. കല്യാണത്തിന് ശേഷമാണ് അത് മനസ്സിലായത്. ഓക്കെ. ഇത് സെയിം ചോദ്യം. ചിപ്പിയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത്. ചിപ്പി കല്യാണത്തിന് മുമ്പ് ആക്ച്വലി എന്റെ മനസ്സിലെ കോൺസെപ്റ്റ് എന്താ പറയുക, ഇടുക്കി. ആ സമയത്ത് മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയേക്കാണ്, ഇവിടത്തെ കാറ്റാണ് കാറ്റ്. അപ്പൊ ഞാൻ അങ്ങനെ നാടൻ പെൺകുട്ടി. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇവള് അത്ര നാടനല്ല, നമ്മൾ പ്രതീക്ഷിച്ചത്ര നാടനല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ആണ്. ഓക്കെ. നെക്സ്റ്റ്, എന്റെ പാർട്ട്ണർ ഇല്ലാതെ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. എല്ലാത്തിനും പാർട്ട്ണർ വേണം. എല്ലാത്തിനും വേണം. എന്നാലും ഫസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ മൈൻഡിലേക്ക് വരുന്ന ഒരു സംഭവമാണ് ഞാൻ. പക്ഷെ എല്ലാം വേണ്ടെന്ന് പറയും, പക്ഷെ അവസാനം എന്റെ അടുത്ത് വരും. എല്ലാത്തിലും ഞാൻ അതിപ്പോ ചിപ്പി ചെയ്യുന്ന ബിസിനസ്സിനായാൽ പോലും ഒന്ന് ടൗൺ വരെ പോണെങ്കിലും എന്നോട് ചോദിക്കും, ഒന്ന് കൂടെ വരുമോ. അപ്പൊ എനിക്ക് ആക്ച്വലി ചിപ്പി എപ്പോഴും ബൈക്കിനും ബസ്സിനും പോണ പരിപാടിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് ബൈക്കിന്, സ്കൂട്ടിക്ക് പോണ എന്തുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അതിപ്പം ചിപ്പി ആയാലും എന്റെ മമ്മി ആയാലും അനീറ്റയാലും ആരായാലും എനിക്ക് ആ ബൈക്ക് സ്കൂട്ടറിന് പോകുന്ന പരിപാടി, എനിക്ക് പണ്ടൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒരു പേടിയുള്ളതുകൊണ്ട് ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാനത് കാറിന് പോയാൽ മതി എന്നുള്ള സാധനം പറയും. അങ്ങനത്തെ കാര്യങ്ങളാണ് ചിപ്പി കൂടുതൽ ഹെൽപ്പുകൾ ചോദിക്കുന്നത്. ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു മടിയുള്ള കാര്യം അതാണ്. പിന്നെ ഒന്ന് പുഷ് ചെയ്ത് വിടണം ഓരോ കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ പുഷ് ചെയ്ത് കൊടുത്തോളാം. ഈ കണ്ടന്റ് ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് മടിയുണ്ടോ? നല്ല മടിയാ, ഭയങ്കരമായിട്ട് നമ്മൾ പിടിച്ചു വലിച്ച്. അല്ല, ഞാനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ ചിപ്പിക്ക് ഏറ്റവും കൂടുതൽ ചിപ്പിനെ
അങ്ങനെ കളിയാക്കി സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റേ വാശി കയറും. അതെനിക്കറിയാം. അപ്പൊ ഞാൻ നിനക്ക് ചെയ്യാൻ പറ്റില്ല, അത് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കയറി ഒന്ന് അത് ചെയ്ത് നോക്കും. എനിക്കറിയാം നന്നായിട്ട്. ഇതാണ് യൂസ് ചെയ്യുന്ന ഒരു ടൂള്. അത് ജിപ്പിക്കും അറിയാം. ഞാനിങ്ങനെ മോട്ടിവേഷൻ അല്ല ജിപ്പിക്കേണ്ടത്, കളിയാക്കണം. ഇൻസൾട്ട് ആണ്. ഇൻസൾട്ട് കിട്ടിയാൽ വർക്കാവുള്ളൂ. ഇത് സെയിം ക്വസ്റ്റ്യൻ. എന്റെ പാർട്ണറില്ലാതെ എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം. എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ആഡ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ വെഡിങ് കമ്പനി നോക്കുമ്പോൾ കുറെ പുതിയ പുതിയ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുമല്ലോ. അപ്പൊ ചിലപ്പം അവര് ഏത് മൂഡിലാണ് നമ്മൾ ഏത് മൂഡിലാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാൻ എന്റെ ജെന്യൂൻ ക്യാരക്ടറിൽ ഞങ്ങളിപ്പോ ബിഹേവിയർ ശ്രമിക്കും, പെട്ടെന്ന് ഉള്ളിൽ നിന്ന് വരും. അപ്പൊ ചിപ്പി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ കൈമ കയറി പിടിക്കും. സംസാരിക്കരുത്, അങ്ങനെ അതെനിക്ക് പിടിക്കും, മനസ്സിലാവും. ഇപ്പൊ ഇന്നലെ ഞാൻ അങ്ങനത്തെ റീസെന്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഇഷ്യൂസ്. നമ്മൾ പലരായിട്ടും സംസാരിക്കുമ്പോൾ ചിലപ്പം അവര് നമ്മളോട് പറ്റില്ല. ഇപ്പൊ ഈ ഓണത്തിന് കുറെ ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പം കുറെ ക്രിയേറ്റേഴ്സ് ആയിട്ട് സംസാരിക്കുന്നത് ആരും നമ്മൾ പേഴ്സണലി അറിയുന്നവരല്ല. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോ അവര് പറയും അത് പറ്റില്ല, അത് ഇങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. ഇങ്ങനെ സംസാരിക്കുമ്പോ നമുക്ക് ദേഷ്യം വരും. എനിക്ക് പൈസ തന്നിട്ടാണല്ലോ ഈ സാധനം ചെയ്യുന്നത്. ബ്രാൻഡിന് ഒരു സാധനം ഉണ്ട്, ബ്രാൻഡിനെ മനസ്സിലായി, അത് വേണമല്ലോ. അപ്പൊ അത് സംസാരിക്കുമ്പോ ചിലപ്പോൾ ടോൺ മാറും. ഇപ്പൊ തന്നെ ജിപ്പി എന്നെ കൺട്രോൾ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ ജിപ്പി ഉണ്ടെങ്കിൽ നല്ലതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അടി വാങ്ങും, വഷളാ. പണ്ട് നമ്മൾ ഈ പെരുന്നാളിനും പള്ളി പെരുന്നാളിനൊക്കെ അങ്കമാലിലെ സിനിമ ഇടിയും കൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഫാമിലി അല്ലെങ്കിൽ പാർട്ട്ണർ ഉള്ളത് വളരെ നല്ലതാണ്. ഓക്കെ, അടുത്തത്. ഞങ്ങളുടെ വീട്ടിലെ യഥാർത്ഥ ബോസ് ഡാഷ് ആണ്. ആരാണ്? ആണോ? മോനാണോ ബോസ്? ആണോ മോനാണോ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ഓക്കെ. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ മോന്? അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലേ? അമ്മയുടെ ഇഷ്ടമുള്ള അമ്മയുടെ ഒന്നുമില്ലേ? ഫോൺ എടുത്തിട്ട് സിനിമ കാണുമ്പോ പറഞ്ഞ 10 മണി പറഞ്ഞിട്ട് എന്ത് പറഞ്ഞ? അമ്മേനെ തനുവിന് ഏറ്റവും ഇഷ്ടം എന്താ കാര്യമെന്നാ ചോദിച്ചു. അമ്മേല് അമ്മയുടെ ഏറ്റവും ഇഷ്ടം സ്നേഹം തോന്നുന്നത് എപ്പോഴാ? എനിക്കറിയൂല. അച്ഛന് ഇഷ്ടമുള്ളത് എപ്പോഴാ? വൈകുന്നേരം. അതാണ് ഇഷ്ടം. ഓക്കെ. ഞങ്ങളുടെ മകൻ ഒരിക്കലും ഞങ്ങളെ പറ്റി അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇപ്പൊ പറയാൻ പാടില്ല. വല്ലതും ഉണ്ടോ? എന്നാലും അങ്ങനെ ഒരു കാര്യമൊന്നുമില്ലേ? അതിന് മാത്രമൊന്നും പാതകം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? അതോടെ പറയാൻ പറ്റുമോ? ഭയങ്കര ടെൻഷൻ ആയിട്ടിരിക്കുന്നത് അതിൽ സംസാരിക്കണം. ഞാൻ ഈ ചെറുതായിട്ട് ഡ്രിങ്ക്സും സ്മോക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനായിരിക്കാം ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത്. അത് ചെയ്തതെന്ന് ജിപ്പിക്ക് ഇഷ്ടമല്ല. രണ്ടും ഇഷ്ടമല്ല. അല്ല, ഡ്രിങ്ക്സ് അങ്ങനെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ സ്മോക്കിംഗ് ഇത്തിരി കൂടുതലാണ്. കൂടുതലൊന്നുമില്ലടാ. നമ്മള് ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ, ഇപ്പൊ ഡെയിലി ഒക്കെ പറഞ്ഞൊക്കെ വലിച്ച അത്രേ ഉള്ളൂ. അപ്പൊ അത് മിക്ക ഫാമിലിയിലും ഉള്ള ഒരു കാര്യമാണ് അതൊക്കെ. അതിനാ വഴക്കെന്ന് വെച്ചാൽ അങ്ങനല്ല, എപ്പോഴും ചിപ്പി അത് ചോദ്യം ചെയ്യും, തടയും, അതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. നിനക്കറിയാന്ന് പറഞ്ഞ എന്നിട്ട് എനിക്കിന് വേണ്ടി തല്ലുകൂടും. എന്തിനു വേണ്ടി? ID കാർഡ് എവിടെ? അത് ചില കാര്യങ്ങൾ എടുത്തു വെച്ച ജിപ്പി മറന്നു പോകും, കൊണ്ടുവെക്കുന്ന സ്ഥലം. അതിന് ഞാൻ അങ്ങനെ പറയാറുണ്ട്, അത് വെച്ച് സൂക്ഷിക്കില്ല, അത് സൂക്ഷിക്കില്ല. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ്. ഞാൻ എന്റെ പാർട്ട്ണറിനോട് ഒരിക്കലും സമ്മതിക്കാത്ത കാര്യം ഇതാണ്. എന്താണ്? ഞാൻ എന്തെങ്കിലും വണ്ടി എനിക്കെല്ലാം തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയും. എല്ലാം തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ പക്ഷെ ഞാൻ പറയും, ഇല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാന്ന് പറയും. ഞാൻ എന്തെങ്കിലും സമ്മതിച്ചു കൊടുക്കില്ല. ഓക്കെ. ഇവിടെ എന്താണ് എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യമോ? കുക്കിംഗ്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അറിയില്ല, ചെയ്യാൻ അറിയില്ല. കഴിക്കാൻ നന്നായിട്ട് അറിയാം. എനിക്കറിയാം. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ വെച്ചോടത്ത് തിരിച്ചു വെക്കില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ.
അതൊക്കെയാണ് കോമൺലി ഇവര് ഇപ്പോഴും പറയാറ്. എനിക്ക് ഫുഡ് വെറൈറ്റി ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഓർഡർ കൊടുക്കും. ഇപ്പൊ എനിക്ക് നാളെ അത് ഉണ്ടാക്കി തരും, ഇത് ഉണ്ടാക്കി തരും, വീഡിയോസ് കാണും. ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പക്ഷെ എനിക്ക് അറിയില്ല, അത് ഞാൻ ചെയ്യാറില്ല. അതായിരിക്കും ചിപ്പിക്കും അങ്ങനെ കിച്ചണിനോട് വലിയ താല്പര്യമുള്ള ആളൊന്നല്ല, എന്നാലും ഞാൻ നിർബന്ധിച്ച് ചെയ്യാറുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ലവ് ആണോ അതോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണോ? ഫ്രണ്ട്ഷിപ്പിലൂടെ വരുന്നല്ലോ. ലവ് ആണ്, ഫ്രണ്ട്ഷിപ്പ് ആണ് അതിന്റെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഫണ്ണായിട്ട് പോകുന്നതായിരിക്കാം. എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇതുവരെ ജീവിച്ചിട്ടില്ല. സീരിയസ് ഇപ്പം നമ്മളൊന്നും ഇല്ലാതിരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊറോണ സമയങ്ങളൊക്കെ. ആ സമയത്ത് ടെൻഷൻ അടിച്ച് നാളെ എന്താവും എന്ന് ടെൻഷൻ അടിച്ച് ജീവിച്ചിട്ടും ഇല്ല. നമ്മൾ ജീവിച്ചിട്ടില്ല, നമുക്കുണ്ടായിട്ട് ടെൻഷൻ, പക്ഷെ അത് ഫാമിലിയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇപ്പൊ കയ്യിൽ 1000 രൂപ ഉള്ളെങ്കിലും അത് വെച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. നാളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ എനിക്കിഷ്ടമല്ല അത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അതായിരിക്കാം മേ ബി ഞങ്ങളുടെ ഒരു ബോണ്ടിങ് അതായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ കുറച്ച് ദൈവവിശ്വാസിയാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രാർത്ഥനയും അതിനകത്തൊക്കെ ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്. ചിലപ്പോ അതൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു അപ്പ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ അപ്പ് ആൻഡ് ഡൗൺസിൽ നിങ്ങൾ രണ്ടുപേരും എടുത്തിട്ടുള്ള ഒരു ബെസ്റ്റ് ഡിസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോയത്? അത് ആ സിറ്റുവേഷനില് നമ്മൾ ചിലപ്പോ വിചാരിക്കും അത് അവിടെ കഴിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ, അത് മുമ്പോട്ട് കൊണ്ടുപോയായിരുന്നെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തത് വേറൊരു വാതിൽ ഓപ്പൺ ചെയ്യാനായിട്ടാ തോന്നിയില്ല. അത് എപ്പോഴും എൻ്റെ അടുത്ത് ചേട്ടായി പറഞ്ഞു തരും. അത് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതങ്ങനെ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ സിമ്പിളായിട്ട് പറയണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. നമ്മുടെ ലൈഫിൽ ഒരു ഡൗൺ ഉണ്ടാവുമ്പോ നമ്മള് ആ വാതിൽ അടഞ്ഞു, ഓക്കെ, പക്ഷെ വേറൊരു വാതിൽ തുറക്കും. അതിനു വേണ്ടിയിട്ടാണ് അടച്ചത് എന്ന് വിശ്വസിക്കുക. നമ്മൾ ഒരു പുതിയൊരു വാതിൽ തുറക്കുമ്പോ നമ്മൾ അടിപൊളി എന്ന് മാത്രം വിശ്വസിക്കരുത്. അതിന്റെ ഓപ്പോസിറ്റ് വേറെ വാതിലുണ്ട്, അത് അടയാൻ സാധ്യതയുണ്ട്, അടഞ്ഞാൽ വേറെ വാതിൽ തുറക്കാൻ സാധ്യതയുണ്ട്. അപ്പ് ആൻഡ് ഡൗൺസ് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഒരു സെഗ്മെന്റ് ആണ്. കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടോ അതിന് സെഗ്മെന്റ്? ഇതും രണ്ടുപേരോടും ഉണ്ട്. ഓക്കെ, പറയണം. അപ്പോ ലിജോ ചേട്ടന്റെ ഏറ്റവും അനോയിങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് എന്താണ്? ഷോർട്ട് ടെമ്പേർഡ് ആണ്. പെട്ടെന്ന് അതാണ് മാറ്റണമെന്ന് ആഗ്രഹമുള്ള ഒരു സാധനം. ഇവിടെ എന്താണ് ചേച്ചി, എന്ത് ഹാബിറ്റ് ആണ് അനോയിങ് ആയിട്ടുള്ളത് പെട്ടെന്ന് മാറ്റണം? നീ ഇപ്പൊ ബലൂൺ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവള് ചിലപ്പോൾ മുടപ്പോവും. അതാണ് വലിയ പാടല്ലേ ഹാൻഡിൽ ചെയ്യാൻ. വലിയ പാടാ. ഞാനത് അഡ്ജസ്റ്റ് ആയ എനിക്കറിയാം എന്ത് എവിടെ പറയണം എന്നെനിക്ക് നന്നായിട്ട്. അത് ചിപ്പി എടുത്ത് ഞാനല്ല, എന്റെ ഫ്രണ്ട് സർക്കിളിലെ പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചിപ്പി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുടഫാവല്ലേ. പക്ഷെ ചിപ്പി അങ്ങനെ അത്രയും സോഫ്റ്റ് ആണ്, പെട്ടെന്ന് ഇതാവും. അല്ല, ഇപ്പൊ വേറൊരു സിറ്റുവേഷനിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പിടിക്കും, എന്താ പ്രശ്നം, ഇപ്പൊ വിട്, നമുക്ക് വീട്ടിൽ സംസാരിക്കാം. എനിക്ക് മനസ്സിലാവും. ചിലപ്പോ ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ പബ്ലിക്കിൽ നിൽക്കുമ്പോ ഏതെങ്കിലും ഒരാള് രൂക്ഷമായി ഒന്ന് നോക്കുന്നതായിരിക്കും. ഇന്നിപ്പോ ഞങ്ങള് വരുമ്പോ പമ്പിൽ പെട്രോൾ ചെയ്യാൻ കയറിയപ്പോ ഒരു ചേട്ടൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാണ്. അപ്പൊ എന്നോട്, ആ ചേട്ടൻ ഇങ്ങനെ നോക്കണേ. ഞാൻ ആ ചേട്ടൻ നോക്കിക്കൂടെ, എന്താ എന്തോ കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല, ചേട്ടൻ വെറുതെ നോക്കുന്നത്. ഒരു വിഷയമാണോ? ഞാൻ വേറെ സാധനം ചോദിക്കട്ടെ. ഇപ്പൊ ഇന്റർവ്യൂവിന് കൊണ്ട് വരുന്നുണ്ടായിരുന്നല്ലോ, എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും? എന്തെങ്കിലും ചോദിച്ചോ? ഇന്റർവ്യൂവിന് എന്നോട് ചോദിച്ചു, എന്നോട് എന്തൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ, അതൊക്കെയാണ്. പിന്നെ ഈ കോസ്റ്റ്യൂമിന്റെ എന്റെ ഡ്രസ്സ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ. അതായത് ചിപ്പിയുടെ പപ്പ പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, 2 മക്കളായിരിക്കും, മൂത്തമോളും ഇളയമോര്. ഓക്കെ, അടുത്തത്. ലിജോ ചേട്ടൻ ചെയ്യുന്ന ഒരു കാര്യം അത് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ആക്ച്വലി ഉള്ളിൽ അത് ഇഷ്ടമാണ്. എന്താണ് ഉള്ളിന്റെ ഉള്ളിൽ? കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ് ചേട്ടാ. ആള് റെഗുലർ ആയിട്ടാണ് കിച്ചണിൽ പോകുള്ളൂ. പക്ഷെ ആ സമയത്ത് ഉണ്ടാക്കുന്നത് മൊത്തവും ഈ പറഞ്ഞ രീതിയിൽ അവിടെ എല്ലാം അലങ്കോലാക്കി ഇടും. എല്ലാം എന്തോരം അവിടെ പാത്രം ഉണ്ടോ, എന്തോരം അവിടെ നശിപ്പിച്ചെടുക്കാൻ പറ്റും, അതൊക്കെ ചെയ്തിട്ടാ പോവുള്ളൂ. പക്ഷെ ചെയ്യുന്ന ആ ഫുഡ് ഐറ്റംസ് നല്ലതായിരിക്കും. ലാസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് എന്താ? ഒരു ചമ്മന്തി ഉണ്ടാക്കി. അങ്ങനെയല്ലടാ, അത് നമ്മൾ നോർമലി ചമ്മന്തി എന്ന് പറയുമ്പോ തൊട്ട് കൂട്ടാനുള്ള ചമ്മന്തി. ഇത് അങ്ങനെയല്ല, വഴുതനങ്ങ ചമ്മന്തി എന്ന് പറയും ഇതിനെ. വഴുതനങ്ങ ചമ്മന്തി?
അതായത് അത് മാത്രം മതി. ഇൻസ്റ്റഗ്രാമില് ആ, റീലായിട്ട് ഞാൻ റീല് കണ്ടു. ഓക്കെ, അതിന്റെ റെസിപ്പി ഒന്ന് പറ. റെസിപ്പി ഒന്നുമില്ല. നമ്മള് വഴുതനങ്ങ, ഉണക്കമുളക്, സവോള, ഉള്ളി, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം ഒന്ന് വഴറ്റി എണ്ണയില് വഴറ്റി. എണ്ണയിലിട്ട് വഴറ്റി ഓക്കെ. ചുപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മിക്സിയിലിട്ട് റെഡി അടിക്കും. ആ. ഒറ്റടി. ആ. അപ്പൊ ഒരു കുഴ സെറ്റപ്പ് ആവും. അതങ്ങ് എടുക്കുക, ആ. ഉരുട്ട, ആ. ഒരു ഉരുള പോലെയാക്കുക. ഒരു ഉരുള ഇച്ചിരി ചോറിന്റെ കൂടെ വയ്ക്കുക, ആ. മിക്സ് ചെയ്ത് കഴിക്കുക. അത് മാത്രം മതി വീട്ടിലെ സാധനം. ഇത് പുളിവെള്ളം ഒഴിക്കണം അതിനകത്ത് ഈ ചമ്മന്തിയിൽ. മിക്സ് ചെയ്ത്. പറഞ്ഞപ്പോ തന്നെ എന്തോ ഓക്കെ. വീട്ടിലെ സാധനം. ഓക്കെ. സെയിം ക്വസ്റ്റ്യൻ. അതുപോലെ ചിപ്പി ചേച്ചിയുടെ അതുപോലെ പുറമെ കാണിക്കുമ്പോൾ ഇഷ്ടമല്ലാന്ന് കാണിക്കുന്ന, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ആ ഒരു അതെ, ഞാൻ എപ്പോഴും ചിപ്പിട്ട് കുട്ടികളിയുണ്ട്. ആ. ചിലപ്പോ നമ്മൾ ഭയങ്കര ഭ്രാന്തൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ചേട്ടൻ എന്നോട് ചോദിക്കും, എന്തെങ്കിലും ഈ കുഞ്ഞു പിള്ളേര് ചേട്ടയെ വരും മിഠായി വാങ്ങിച്ചിട്ട് എപ്പോഴും പറയാറുണ്ട്. അല്ല, അമ്മ പറയാറില്ല മിഠായി വാങ്ങിച്ചിട്ട്. ആ, നീയും പറയാറുണ്ട്, അമ്മയും പറയാറുണ്ട് മിഠായി വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാനിപ്പം ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തു പോവാണ്, ഞാൻ കൊച്ചുവരെ പോവാണ്, വരുമ്പോ എനിക്ക് തോന്നുന്നു ഓക്കെ. ഈ സാധനം ഉണ്ട്. അപ്പൊ എനിക്ക് ആക്ച്വലി അത് നമ്മളിങ്ങനെ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കുമ്പോ ചിരി വരും. പക്ഷെ ഞാൻ പ്രകടിപ്പിക്കാറില്ല. ആക്ച്വലി ഇത് ഇഷ്ടമാണ്. ഇഷ്ടമാണ്, അത് കേൾക്കാൻ. അത് രസമുള്ള. ഇത് ഈ വെയിലത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കണ പോലെ ഉള്ളത്. ഓക്കെ. എന്താ ചിരിക്കണതാ, ചിരി വന്നിട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ. ഓക്കെ. ലിജുസിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ് തോന്നിയിട്ടുള്ളത്? ഞാൻ ആണ്. ആണോ? അതെ. ആയിരിക്കും. അതുപോലെ അവിടെ ചിപ്പിസിൽ എന്താണ് വീക്ക്നെസ്? ചിപ്പിയുടെ വീക്ക്നെസ് എന്ന് വെച്ചാൽ ഇവള് പെട്ടെന്ന് ഇങ്ങനെ വിഷമം, സങ്കടം പരിപാടിയൊക്കെ വരുമ്പോ എനിക്കത് കാണുന്ന, ഞാൻ എത്ര ദേഷ്യത്തിലാണെങ്കിലും എന്റെ മനസ്സരിഞ്ഞു പോകും. ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അത് കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നതും ഇങ്ങനെ വിഷമിച്ചിരിക്കും. അതിപ്പോ ചിപ്പിന്നല്ല, എനിക്ക് അത്രയും കമ്പനിയുള്ള ആരെങ്കിലും അങ്ങനെ മൂഡോഫ് ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ, വിഷമിച്ചിരിക്കണം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പറ്റാണ്ടാവും. അത് പണ്ട് പോലെ അങ്ങനെയാണ്. ഓക്കെ. ആരാണ് ലേറ്റ് ആവുന്നത്? ഇപ്പൊ ഇങ്ങോട്ട് വരാൻ ലേറ്റ് ആയത് ആരാണ് ലേറ്റ് അത് ആവുന്നത്? സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളാണ്. ഗേൾസ് ആയിരിക്കുമല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ഫസ്റ്റ് റെഡിയായി. ആണോ? ഇന്ന് ഫസ്റ്റ് റെഡി ആവാൻ ഒരു കാരണമുണ്ടേ, അതുകൂടി പറയണം. ഇന്ന് സ്വന്തം ഡ്രസ്സ്, കോസ്റ്റ്യൂം പരിപാടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ആ സമയത്തും എന്തോ ഒരു ബിസിനസ് കോൾ വന്നായിരുന്നു. അപ്പൊ ഞാൻ അത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആൾ റെഡി ആയി വന്നു. അതാണ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ലേറ്റ്. എനിക്ക് ആ സമയത്ത് ഒരു ബിസിനസ് കോൾ വന്ന് ഞാൻ അത് കോൺഫറൻസ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്ത് റെഡി ആയി. ഇല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് ഞായറാഴ്ച പള്ളിയിൽ പോണ ആൾക്കാരാണ്. അപ്പൊ 9 മണിക്ക് കുർബാന. എന്ന് ഞായറാഴ്ച 8:57 ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. 9 കുർബാനയ്ക്ക് 9:05 പള്ളിയിലെത്തുള്ളൂ. അത് കല്യാണത്തിന് ശേഷം എനിക്ക് 9 മണിക്ക് മുമ്പ് പള്ളിയിലെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു തവണയെങ്കിലും അതിനുള്ളൊരു ആഗ്രഹമുണ്ട്. ഓക്കെ. ഇപ്പൊ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ എന്തെങ്കിലും ഒരു വഴക്കിട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ആരാണ് കൂട്ടത്തില്? ഞാനാ? ആണ്. എടാ നീ 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 കൊടുക്കാറില്ല. നീ അല്ലേ? ആരാ? നീ എക്സ്പ്രഷൻ നീ അല്ലേ കൊടുക്കാറ്? നിനക്ക് എക്സ്പ്രഷൻ തരാറില്ല. സത്യം പറ. രണ്ടു നടക്കാറുണ്ട്. എനിക്ക് എക്സ്പ്രഷൻ തരാറില്ല. പക്ഷെ എന്നോട് ഇപ്പൊ ചിപ്പി പറയും, ഇങ്ങനെ ഇരുത്തി എന്റെ ഫ്രണ്ടിൽ ഇരുത്തി പറയും, ഇത് ചെയ്ത് ശരിയായില്ല, ഇത് പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത്. വ്യക്തമായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു തരും. ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞു തരും, വ്യക്തമായിട്ട് പറഞ്ഞു തരും. അത് എപ്പോഴും ഉള്ളതാ. അല്ലാതെ വേറെ വഴക്കിട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള അല്ലാതെ എക്സ്പ്ലനേഷൻ എനിക്കങ്ങനെ പറഞ്ഞത് തീർക്കണം. പക്ഷെ പറഞ്ഞു തീർക്കണം. ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. അത് ഉള്ളിൽ കിടക്കുന്ന കാര്യം എനിക്ക് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീർന്നു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കില്ല. ഇപ്പൊ ഞാനെന്നല്ല, ആരായാലും അവൾ പറയും, കാര്യം പറയാം അവരോട്, ഇത് നിങ്ങൾ പറഞ്ഞ എനിക്ക് ഇഷ്ടമായില്ല, എന്നെ കളിയാക്കിയത് അല്ലെങ്കിൽ എന്നെ എനിക്ക് ഹേർട്ട് ചെയ്തു എന്നത് പറയും. പറഞ്ഞാ ഓക്കെയാ. പറയുന്നത് വരെ ഇങ്ങനെ ആരോടും സംസാരിക്കാണ്ടൊക്കെ ചിലപ്പോൾ ഇരിക്കും. പറയുന്ന മൊമെന്റ് വരെ ഇങ്ങനെ ഇരിക്കും. അതാണ് വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാതെ വേറെ ആളുകൾ ഇടപെടാറ്? അതിന്റെ ആവശ്യമില്ല. അതിന് മാത്രമുള്ള വഴക്കൊന്നുമില്ല. ചെറിയ ചെറിയ എല്ലാ ഫാമിലി ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത്രയും ഞാൻ പറഞ്ഞില്ല, ഇത്രയും സോഫ്റ്റ് ആയ ചിപ്പിക്ക് ചെറിയ കാര്യങ്ങൾ മതി. അപ്പൊ എനിക്കതറിയാം. എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇൻ കേസ് നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ, അപ്പൊ എന്തെങ്കിലും അങ്ങനെയൊക്കെ സംസാരിച്ച് വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നും വരും. ഞങ്ങളുടെ പോളിസി എനിക്ക് ഇന്ന് വരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പോളിസിയാ. കിടക്കണൊക്കെ മുമ്പ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്നെ അറിയാവുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം പ്രാർത്ഥന. കാരണം ഞാൻ ചിലപ്പം ഇവളൊരു 10:30 ആവുമ്പോൾ കിടക്കും. അപ്പൊ ഞാൻ കൊച്ചിയിലാണെങ്കിലും വിളിക്കും. വിളിച്ചിട്ട് വഴക്കാണെങ്കിൽ പോലും
പ്രാർത്ഥിക്കും എന്ന് പറയും. അപ്പൊ ഞാൻ കാറിൽ ചിലപ്പോ കൂട്ടുകാരെ കൂടെ ഇരിക്കും, സമ്മതിക്കൂല. ഞാൻ പറയും ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ, സാരില്ല പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാനല്ല, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അവരെന്ത് പറയും? അവർക്ക് ആദ്യം കേട്ടത് എന്താന്ന് ഞാൻ അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇത് ഇങ്ങനെയാണ്. പിന്നെ ചോദ്യമൊന്നുമില്ല, പിന്നെ അവർക്ക് ഓക്കെയാ. ഓക്കെ. പക്ഷെ ആ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ട്രൈ ചെയ്ത് നോക്കാം. എന്നുവെച്ചാ എല്ലാവർക്കും ഓരോ പ്രാർത്ഥന ഉണ്ടാവില്ല. എത്ര ഉള്ളൂടാ അന്നത്തെ ദിവസം നന്ദി, ദൈവത്തിന് നന്ദി, നാളത്തെ ദിവസത്തിന് നന്ദി, ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളെ എന്താ പറയാ, പേഴ്സണൽ പ്രാർത്ഥന, ഒരു പേഴ്സൺ ഞങ്ങളെ ഒരുമിപ്പിച്ചതിന് നന്ദി, അങ്ങനെയൊക്കെ പറഞ്ഞു. നന്ദി പ്രാർത്ഥന അത്രേ ഉള്ളൂ. അത് ആ ഒരു വഴക്കുണ്ടെങ്കിൽ പോലും ആ സമയത്ത് അത് ഒന്ന് ചിലര് സംസാരിക്കാതെ 2-3 ദിവസങ്ങൾ ഇരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് അടിപൊളിയാണ്. ശരിക്കും അടിപൊളിയാണ്. ട്രൈ ചെയ്തോ. ഓക്കെ. ഈ നിങ്ങളുടെ കൂട്ടത്തില് ആരാണ് നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ല എന്ന് കൂട്ടത്തിൽ പറയാറുള്ളത് ആരാണ്? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ പറഞ്ഞ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോ അതൊന്ന് തീർന്നു കഴിയുമ്പോ അത് പറയും. ഇപ്പൊ ഈ പറഞ്ഞ ഒത്തിരി വർക്ക് ലോഡ് വരുമ്പോ ആള് ഫ്രസ്ട്രേഷൻ ആവും. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിയാൻ ചെല്ലും. അപ്പൊ പറയും നീ ഒന്ന് മനസ്സിലാക്കി, എനിക്ക് ഇത്രയും വർക്ക് ഉണ്ടെന്ന് പറയും. പക്ഷെ അത് ഞാനും മനസ്സിലാക്കില്ല. എനിക്ക് ആ സമയത്ത് ചേട്ട വേണമെന്നുണ്ടെങ്കിൽ അവിടെ വേണം. അതേ രീതിയിൽ ഞാനും എന്റെ അടുത്തും വരും. അങ്ങനെ ഓപ്പോസിറ്റ്. പക്ഷെ അതും കഴിഞ്ഞ് കഴിയുമ്പോ അത് അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ, ഈ എന്തെങ്കിലും ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കേട്ട് മടുത്തൊരു ഡയലോഗ് രണ്ടുപേരും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. കേട്ട് മടുത്ത് ഇപ്പൊ എന്നെയാണോ തനുവിനെയാണോ ഏറ്റവും ഇഷ്ടം? ഈ ഡയലോഗ് ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കണേ. അതായത് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ കാറിൽ നിന്ന് തനു എന്നോട് ചോദിച്ചതാ. തനു ചോദിച്ചത് എന്താണ്? എന്നെയാണോ അമ്മേനാണോ ഇഷ്ടം ചോദിക്കും. ചിപ്പിയും ചോദിക്കും ചിലപ്പോ, ചിപ്പീനാണോ തനുവിനാണോ ഇഷ്ടം. അപ്പൊ ഇത് ഞാൻ മടുത്ത് ഏതിൽ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മറ്റേ ആള് മൂഡ് ഓഫ് ആവും. അപ്പൊ ഞാനിപ്പോ പറയുന്നത് എനിക്ക് എന്നെ ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് ചിപ്പിയുടെ പപ്പേനെ ഇഷ്ടം. പിന്നെ കുഴപ്പമില്ലല്ലോ. ശരിയാ, അതാണ് സേഫ്. ഇങ്ങനത്തെ ടോക്കൊക്കെ ഉള്ളൂടാ. വേറെ പ്രശ്നം, വേറെ അങ്ങനത്തെ ടോക്കൊന്നുമില്ല. ഇങ്ങനത്തെ സില്ലി ടോക്സ്. ഓക്കെ. ഇപ്പോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു മൊമെന്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് എന്തായിരിക്കും? ഇവരെ കിട്ടിയതായിരിക്കും. ആണ് ഇതുവരെയുള്ള 7 കൊല്ലത്തിൽ ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊമെന്റ്. ഓക്കെ. കൊറോണ ബേബി. ഇപ്പൊ ഈ ഫെയിം വന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ ഈ ഇൻഫ്ലുവൻസർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അപ്പോ ഒരുപാട് പേർക്ക് അറിയാം. ഈ ഫെയിം വന്നപ്പോ ചേട്ടന് സത്യത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു നഷ്ടമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാനിത് ആക്ച്വലി ആഗ്രഹിച്ച കാര്യങ്ങളാണ്. എനിക്ക് ഒരു സിനിമ നടനാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പം അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പോ സെക്കൻഡ് സ്റ്റെപ്പോ പോലെയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബർ എന്നുള്ളൊരു ലേബിൾ കിട്ടിയത്. ഈവൻ അത് കഴിഞ്ഞിട്ട് ചെയ്ത സീരിയൽ ആയ പോലെ ആൾക്കാർ ഇങ്ങനെ തിരിച്ചറിയുന്നതൊക്കെ നമ്മൾ ആക്ച്വലി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊരു അത് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ ആകെ ശ്രദ്ധിച്ച കാര്യമുണ്ട്, സീറ്റ് ബെൽറ്റ് ഇടാനും ഹെൽമെറ്റ് വയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ എന്നോട് ഒരാള് പറഞ്ഞു തന്നു. ഇങ്ങനെ ഞാൻ ബൈക്കില് ഹെൽമെറ്റ് ഇല്ലാതെ പോയപ്പോ ഒരാള് എന്നെ വണ്ടി കൈ കാണിച്ച് നിർത്തി എന്നോട് പറഞ്ഞു തന്നു, ഇങ്ങനെ ലിജോ അല്ലേ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊക്കെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ശരിയാണ്, ആള് പറഞ്ഞത് ആൾക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ല, പക്ഷെ എനിക്ക് എന്റെ ലൈഫ് നോക്കണമല്ലോ. ഞാൻ ഇവന് വരെ ഹെൽമെറ്റ് അതിന് ശേഷം വാങ്ങിച്ചു കൊടുത്തു. അത് മാത്രമാണ് ഞാൻ ആകെ, അല്ലാതെ പബ്ലിക് അങ്ങനെ പരിപാടിയൊന്നും ഞാൻ ശ്രദ്ധിച്ചു അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയും ഇപ്പൊ ഈ ബിസിനസ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ചേട്ടൻ ലൈഫ് ഉണ്ടായിരിക്കും? UK-യിലായിരിക്കും അല്ലേ? ഇവിടെ നേരെ പോവാ. ചിപ്പി പുറത്തു പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാ. UK, കാനഡ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പൊ മേ ബി ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഡ്രോപ്പ് ചെയ്തിട്ട് ഇവൻ ചിപ്പിയും IELTS കോച്ചിങ്ങിന് പോയതും ക്യാരിങ് ആയതൊക്കെ ഓരോ മൊമെന്റില്ല, ഓരോ ടൈമില്ല. അപ്പം ആ സമയത്ത് പിന്നെ ക്യാരിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്തു, പുറത്തു പോകാനുള്ള പരിപാടിയൊക്കെ. ഓക്കെ. അപ്പൊ ഇനി ഓണത്തിന് ഇനി ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഇനി എന്തൊക്കെയാണ് ബാക്കി പരിപാടികൾ? നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയത് ഇതിനും ബിരിയാണി അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ. അപ്പോ സിനിമ കമ്പനിയിലേക്ക് വന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പോ നല്ല അടിപൊളി ഒരു ഓണം ആയിരിക്കട്ടെ. ഹാപ്പി ആയിട്ട്, ഇതിലും ഹാപ്പി ആയിട്ട് ചേട്ടന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. നിങ്ങൾ 3 പേരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം.
ഹാപ്പി Happy ഓണം ഓണം. സിനിമ കമ്പനിയുടെ എല്ലാ പ്രേക്ഷകർക്കും, അതുപോലെ നമ്മുടെ പയ്യനും ഇവിടെയുള്ള എല്ലാവർക്കും, അപ്പുക്കുട്ടനെ കാണാനുമില്ല, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണൊക്കെ Happy ഓണം അടിച്ചു പറ. പൊളിക്കി, ഓണം കഴിഞ്ഞിട്ട് പഠിച്ചു പൊളിക്കി. ഹാപ്പി പറഞ്ഞോ ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ.